എവറിഡേ ബ്ലെസ്സിങ്ങിലേക്ക് സ്വാഗതം. ടുഡേ വി ക്യാൻ ഹിയർ ഗോഡ്സ് വോയിസ്. ഇന്ന് നമുക്ക് ദൈവത്തിൻ്റെ ഒരു ശബ്ദം കേൾക്കാം. ഇന്ന് നമുക്ക് റോമാലേഖനം 6:15-16 വാക്യങ്ങളിൽ നിന്ന് നമുക്ക് ചിന്തിക്കാം. നീതിയുടെ അടിമകൾ. ഹല്ലേലൂയ. അതുകൊണ്ട് എന്ത്? ന്യായപ്രമാണത്തിനല്ല, കൃപയ്ക്ക് അധീനതരായിരിക്കുന്നതിനാൽ നമുക്ക് പാപം ചെയ്യാമോ? ഒരിക്കലും അരുത്. 16. നിങ്ങൾ അനുസരണമുള്ള ദാസരായി ഒരുവന് നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ അനുസരിക്കുന്നവന് നിങ്ങൾ ദാസരായിരിക്കുന്നുവെന്ന് അറിയുന്നുവല്ലോ. ഒന്നെങ്കിൽ മരണത്തിലേക്ക് നയിക്കുന്ന പാപത്തിൻ്റെ ദാസർ, അല്ലെങ്കിൽ നീതിയിലേക്ക് നയിക്കുന്ന അനുസരണത്തിൻ്റെ ദാസർ തന്നെ. ഹല്ലേലൂയ. ഇന്ന് 2 വിധത്തിലുള്ള ദാസന്മാരെ പറ്റി കാണിക്കുന്നുണ്ട്. ഒന്ന്, അനുസരണമുള്ള ഒരു ദാസൻ, നീതിയിലേക്ക് നയിക്കുന്ന അനുസരണമുള്ളൊരു ദാസൻ. രണ്ടാമത്തത് കാണിക്കുന്ന പാപത്തിൻ്റെ ദാസൻ, മരണത്തിലേക്ക് നയിക്കപ്പെടുന്നത്. ഹല്ലേലൂയ. നമ്മൾ നയിക്കപ്പെടേണ്ടത് കർത്താവിൻ്റെ നീതിയിലേക്കാണ് നയിക്കപ്പെടേണ്ടത്. അനുസരണമുള്ളൊരു ദാസനെ തിരുവചനം പറയുന്നു, ആമേൻ, നിങ്കിലേക്ക് നീതിയിലേക്ക് നയിക്കുന്ന അനുസരണത്തിൻ്റെ ദാസർ തന്നെ. നീതിയിലേക്ക് നയിക്കുന്ന, നീതിമാൻ ആകുന്നത് ക്രിസ്തുവിൽ കൂടാണ്. യേശു ക്രിസ്തുവിൻ്റെ നീതീകരണത്തിനകത്താണ് ഞാനും നിങ്ങളും ആയിരിക്കേണ്ടത്. ഇന്ന് പകൽക്കാലം നീതിയുടെ ദാസനായി മാറാൻ, അനുസരണത്തിൻ്റെ ദാസനായി മാറേ. ഒബീഡിയൻസ് ബ്രിങ്സ് ബ്ലെസ്സിങ്സ് അപ്പോൺ യുവർ ലൈഫ്. അനുസരണം അനുഗ്രഹത്തെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നു. നമുക്ക് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരു അഭിനയിക്കുന്ന വ്യക്തിയായിട്ട്, ആക്ടറായിട്ട് മാറാം. പക്ഷേ അതൊന്നും സാധിക്കത്തില്ല. അഭിനയം ഒരിക്കൽ അഭിനയം നിർത്തിവെക്കേണ്ടി വരും. നമ്മുടെ നീതിക്കകത്ത് നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ നീതിക്കകത്ത് നടക്കുന്നതായിട്ട് കാണിക്കും. പാപത്തിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ നീതി ആണെന്നും പറഞ്ഞ് നടന്ന് അഭിനയിക്കുന്ന ചില വ്യക്തി ജീവിതങ്ങളുണ്ട്. അത് എപ്പോഴും അതിനകത്ത് നീണ്ടു നിൽക്കാൻ പറ്റത്തില്ല. ആമേൻ. അവർക്ക് മുന്നോട്ട് അധികം ഓടുവാൻ പറ്റത്തില്ല. അനുസരണമില്ലാതെ ദൈവത്തിൻ്റെ നീതി ആന്ന് അഭിനയിച്ചു നടക്കുന്ന ഒത്തിരി പേരെ ഈ ദിവസങ്ങളിൽ, ആമേൻ, അവരുടെ ജീവിതത്തിൻ്റെ വഴി അടഞ്ഞ് പലപ്പോഴും ഓടാൻ പറ്റാതെ നിൽക്കുന്ന സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പാപത്തിൽ കഴിയുന്ന, ശാപത്തിലായിരിക്കുന്ന, കെടുതിയിലായിരിക്കുന്നവരെയൊക്കെ ഇന്ന് ദൈവം മടക്കിക്കൊണ്ടുപോവുക. കർത്താവിൻ്റെ നീതിക്കകത്ത്, ആമേൻ, നമ്മൾ ദൈവത്തിൻ്റെ നീതിമാൻ ആയിരിക്കുന്നു. ക്രിസ്തുവിൽ കൂടെ നമ്മൾ നീതിമാനായിരിക്കുന്നു, അനുസരണമുള്ളവരായിരിക്കുന്നു. ഹല്ലേലൂയ. ആ അനുസരണത്തിനകത്ത് നമുക്ക് മടങ്ങി വരാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്വർഗീയ നല്ല ദൈവമേ, പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ മരണത്തിൻ്റെ ദാസനല്ല, നീതിയുടെ അനുസരണത്തിൻ്റെ ദാസരായി മാറട്ടെ.